നമസ്കാരം, എല്ലാവർക്കും സുവോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഗ്യാമറ്റോജെനിസിസ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് എങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ആയിട്ടുള്ള സ്പേം ആൻഡ് ഓവം ഫോം ചെയ്യുന്നത് എന്നും സ്പെർമറ്റോജെനിസിസും ഓജെനിസിസും തമ്മിലുള്ള വ്യത്യാസവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മെൻസ്ട്രുവൽ സൈക്കിൾ. അതായത് നമ്മൾ പഠിച്ച കാര്യമാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസ്റ്റും ഫീമെയിൽ ബോഡിക്കകത്ത് ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ചിനെയാണ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് മാമൽസിൻ്റെ ബോഡിക്കകത്ത് രണ്ട് തരം മാമൽസിൻ്റെ ഗ്രൂപ്പിൽ രണ്ടായിട്ട് പറയുന്നുണ്ട്, പ്രൈമേറ്റും നോൺ പ്രൈമേറ്റും. പ്രൈമേറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്, മങ്കീസ്, ഏപ്പ് തുടങ്ങിയവയാണ്. മറ്റ് കൗ, കാറ്റ്, ഡിയർ, ടൈഗർ ഇതൊക്കെ നോൺ പ്രൈമേറ്റിലാണ് വരുന്നത്. നോൺ പ്രൈമേറ്റ് ഫീമെയിലിൻ്റെ ബോഡിക്കകത്ത് കാണുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ ഈസ്ട്രസ് സൈക്കിൾ എന്നും, ഹ്യൂമൻ ബീയിങ് ഉൾപ്പെടെയുള്ള പ്രൈമേറ്റിൻ്റെ ബോഡിക്കകത്ത് കാണുന്ന സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ മെൻസ്ട്രുവൽ സൈക്കിൾ എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഈ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് നമുക്ക് നോക്കാം. ഈ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈക്ലിക് ഈവൻറ്റ് സ്റ്റാർട്ടിങ് ഫ്രം വൺ മെൻസ്ട്രുവേഷൻ ടിൽ ദ നെക്സ്റ്റ് ഡ്യൂറിങ് റീപ്രൊഡക്റ്റീവ് പീരീഡ് ഓഫ് എ വുമൻസ് ലൈഫ്. അതായത് ഒരു ഫീമെയിൽ ബോഡിക്കകത്ത് നടക്കുന്ന സൈക്ലിക് ഈവൻറ്റ്സ് ആണ്. ഫ്രം മെൻസ്ട്രുവേഷൻ ടിൽ ദ നെക്സ്റ്റ്, ഒരു മെൻസ്ട്രുവേഷൻ മുതൽ തൊട്ടടുത്ത മെൻസ്ട്രുവേഷൻ വരെ നടക്കുന്ന ഈവൻസിനെയാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് റീപ്രൊഡക്റ്റീവ് പീരീഡിൻ്റെ ആരംഭം എന്ന് പറയുന്നത് പ്യൂബർട്ടിയാണ്. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അബൌട്ട് ദ ഏജ് ഓഫ് 12 to 13, അതായത് ഒരു 13, 14 അല്ലെങ്കിൽ 12, 14 വയസ്സാകുമ്പോഴാണ് ഒരു ഫീമെയിൽ ബോഡി റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുന്ന പ്യൂബർട്ടി എന്ന ഫേസ്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ മെൻസ്ട്രുവൽ ഫ്ലോ അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾ, ഇതാണ് മെനോപോസ് എന്ന് പറയുന്നത്. അതുവരെയുള്ള എല്ലാ സൈക്ലിക് ഈവൻസിനെയും കൂട്ടിയാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ദ ഡ്യൂറേഷൻ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് അബൌട്ട് 28 or 29 days. ഒരു ഫീമെയിൽ ബോഡിക്കകത്ത്, ഒരു ഹെൽത്തി ഫീമെയിൽ ബോഡിക്കകത്തുള്ള മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 28 or 29 days ആണ്. അപ്രോക്സിമേറ്റ്ലി 28 days ആണ് പറയുന്നത്. എക്സാക്റ്റ് 28 days ആയിരിക്കും ഉണ്ടാവുക. ഹെൽത്ത് പ്രോബ്ലംസോ മറ്റ് പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ അത് വേരിയേഷൻ വരാനും ചാൻസ് ഉണ്ട്. നോർമൽ രീതിയിൽ ഒരു എക്സാക്റ്റ് 28 or 29 days ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ഓൾസോ സീൻ ഇൻ അതർ പ്രൈമേറ്റ്. നമ്മൾ പറഞ്ഞു മറ്റു പ്രൈമേറ്റ് ആയിട്ടുള്ള മങ്കീസ്, ഏപ്സിലും ഇതേ പ്രോസസ്സ് കാണപ്പെടുന്നുണ്ട്. മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ? അതായത് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓവറിക്കകത്തും യൂട്രസിനകത്തും ഉണ്ടാകുന്ന ചേഞ്ചസ് ആണിത്. നോർമലി ഒരു ഫീമെയിൽ ബോഡി റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായി കഴിഞ്ഞാൽ ഏത് സമയത്തും സ്പേം അകത്ത് വരാം. സ്പേം അകത്ത് വരികയാണെങ്കിൽ സ്പേം റിസീവ് ചെയ്യണം, ഫെർട്ടിലൈസ് ചെയ്യണം, ഇംപ്ലാന്റ് ഒക്കെ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യും, ഓവറിയും യൂട്രസും റെഡിയായി നിൽക്കും എവരി മന്ത്. പക്ഷെ നമുക്കറിയാം നോർമലി ഹ്യൂമൻ ബീങ്ങിൻ്റെ കേസിൽ നോർമലി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ലീഗലായി നടക്കുന്ന ആഫ്റ്റർ മാരേജ് ആയിരിക്കും നമുക്ക് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് 13, 14 വയസ്സിൽ ഈ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും നോർമലി മാരേജിൻ്റെ ഏജ് വരെയുള്ള സമയത്തും മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കും. അത് നടക്കുന്ന ചേഞ്ചസ് പറഞ്ഞു ഓവറിക്കകത്തും യൂട്രസിനകത്തും എന്തുണ്ടാവും, അതിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ചേഞ്ചസ് ഇൻ ഓവറി ഈസ് കോൾഡ് ഒവേറിയൻ സൈക്കിൾ ആൻഡ് ചേഞ്ചസ് ഇൻ യൂട്രസ്, ഓവിഡക്റ്റ് ആൻഡ് വജൈന ഈസ് കോൾഡ് യൂട്ടേറിയൻ സൈക്കിൾ. അതായത് മെൻസ്ട്രുവൽ സൈക്കിൾ 2 സ്റ്റെപ്പായി നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 സ്റ്റേജായി ഡിവൈഡ് ചെയ്യാം. ഒവേറിയൻ സൈക്കിൾ ആൻഡ് യൂട്ടേറിയൻ സൈക്കിൾ അല്ലെങ്കിൽ യൂട്ടറിയൻ സൈക്കിൾ. അതായത് ചേഞ്ചസ് ഇൻ ഓവറി ആൻഡ് ചേഞ്ചസ് ഇൻ യൂട്രസ്. ഇനി റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെ 4 ഫേസായി ഡിവൈഡ് ചെയ്തിട്ട് ഫേസസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. 4 ഫേസ്. ഒന്ന് മെൻസ്ട്രുവൽ ഫേസ്, ഫസ്റ്റ് 1 to 5 days ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ. അത് മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത ദിവസം മുതൽ
5 ദിവസം വരെയാണ് മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ആ 5 to 13th ഡേ വരെയുള്ള സമയമാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോളിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 14th ഡേ ആണ് ഓവുലേറ്ററി ഫേസ്. പിന്നെ 15 to 28th ഡേ സെക്രീറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ്. 28th ഡേ കഴിഞ്ഞാൽ വീണ്ടും എന്തുണ്ടാവും? മെൻസ്ട്രുവൽ ഫേസ്. അത് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ റൈറ്റ് സൈഡിൽ കൊടുത്ത ഒരു ഡയഗ്രം നോക്കുക. അതായത് മെൻസ്ട്രുവേഷൻ എത്ര വരെ പോവാം? നമ്മൾ 1 to 5 ആണ് പറഞ്ഞതും ഒരു 7 days വരെ പോവാം ബ്ലീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് പറയുന്നത് 13, 14, 15 ആണ്. ഒരു ഫീമെയിൽ ബോഡിക്കകത്ത് ഓവുലേഷൻ. വാട്ട് ഈസ് ഓവുലേഷൻ? ദ റിലീസ് ഓഫ് ഓവം ഫ്രം ഓവറി ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ 14th ഡേ. അതെന്താവാം? 13 or 15 അങ്ങോട്ടും ഇങ്ങോട്ടും ആയെങ്കിൽ മാക്സിമം ആ ടൈമിലാണ് നടക്കുന്ന പ്രോസസ്സ്. ഇനി നോക്കുക, എന്താണ് മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഫേസ്. ദി സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് മെൻസ്ട്രുവൽ ഫ്ലോ ഓർ ബ്ലീഡിങ്. പീരീഡ്സ് എന്ന പ്രോസസ്സാണ്. അതായത് യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയം ലെയർ നോക്കുക. റപ്ചേർഡ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്തായിരുന്നു? ദ ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് ഈസ് കോൾഡ് എൻഡോമെട്രിയം. ആ റപ്ചേർഡ് ബ്രേക്ക് ചെയ്ത എൻഡോമെട്രിയം യൂട്രസിന് സെർവിക്സ് വഴി വജൈനയിൽ കൂടി ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ദ സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് മെൻസ്ട്രുവൽ ഫ്ലോ ഓർ ബ്ലീഡിങ്. ഇത് ലാസ്റ്റ് ഫോർ 3 to 5 days. എന്താണത്? ഇറ്റ് ഒക്കേഴ്സ് ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. ഓവറിൽ നിന്ന് ഓവം റിലീസ് ചെയ്യും. അത് യൂട്രസിലേക്ക് എത്തുമ്പോൾ ഫെർട്ടിലൈസ് ആയെങ്കിൽ നമ്മൾ പ്രഗ്നൻസി എന്ന കണ്ടീഷൻ വരും. ഫെർട്ടിലൈസ് ആവാത്ത കേസിൽ എന്തുണ്ടാവും? മെൻസസ് ഒക്കേഴ്സ് അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ ഒക്കേഴ്സ്. ഇത് റിസൾട്ട്സ് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ആൻഡ് യൂട്രൈൻ ബ്ലഡ് വെസൽസ് ദാറ്റ് കംസ് ഔട്ട് ത്രൂ വജൈന. നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ഉണ്ടാവേണ്ട ചേഞ്ചസിന് വേണ്ടിയിട്ട് യൂട്രസ് എന്തിന് പ്രിപ്പയർ ചെയ്യും? എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ടിനെ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡിയാവും. പക്ഷേ ഈ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ ആ പ്രിപ്പറേഷനൊക്കെ വെറുതെയാണ്. അങ്ങനെ ആകുമ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ്ങും യൂട്രസിൽ അധികമായിട്ടുണ്ടാകുന്ന ബ്ലഡ് വെസൽസൊക്കെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തിട്ട് ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഔട്ട്സൈഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ് ത്രൂ വജൈന. ഇപ്പോൾ വജൈനയിൽ കൂടി ബ്ലഡ് മ്യൂക്കസുമായിട്ട് വരുന്ന ആ അൺഫെർട്ടിലൈസ്ഡ് ഓവം വിത്ത് എൻഡോമെട്രിയൽ ലൈനിങ് ആൻഡ് ബ്ലഡ് വെസൽ ഇറ്റ് ഈസ് കോൾഡ് മെൻസ്ട്രുവേഷൻ. അതാണ് ഫസ്റ്റ് പ്രോസസ്സായിട്ടുള്ള മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്നത്. ഇനി ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ. നോർമലി പറഞ്ഞു 28 days ആണ്, 29 days ആണ് അതിൻ്റെ സമയം. ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ ഇൻഡിക്കേറ്റ് പ്രഗ്നൻസി. അതായത് അങ്ങനത്തെ ഒരു കേസിൽ മാത്രമേ അത് ആബ്സെൻ്റ് ആവുകയുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവരി മന്ത് അത് കണ്ടിന്യൂ ഉണ്ടാവും. ഇറ്റ് മേ ഓൾസോ ബി കോസ്ഡ് ഡ്യൂ ടു സ്ട്രെസ്, പുവർ ഹെൽത്ത് എക്സെട്ര. നമ്മൾ പറഞ്ഞു 28 day 29th ഡേ കഴിഞ്ഞാലും മെൻസ്ട്രുവേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ പ്രഗ്നൻസി ആവണം എന്നല്ല പറഞ്ഞത്. സ്ട്രെസ്സ്, പുവർ ഹെൽത്ത് ഒക്കെ ആണെങ്കിൽ അത് വേരി ചെയ്യും. ചിലപ്പോൾ 30 അല്ലെങ്കിൽ 35. അതായത് ബയോളജിസ്റ്റ് പറയുന്നത് ചിലപ്പോൾ 40 days വരെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇംപ്രോപ്പറായിട്ടുള്ള ആ ഡേറ്റ് ആണെങ്കിൽ അതിന് കാരണം പറയുന്നത് പുവർ ഹെൽത്തോ മറ്റ് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷൻസോ കൊണ്ടാണ്. ഹെൽത്തി ലൈഫാണെങ്കിൽ മാത്രമേ അതെന്ത് പറയാൻ പറ്റൂ നമുക്ക്? എക്സാക്റ്റ് 28 29 days പറയാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഫേസ് ഫോളിക്കുലാർ ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്, ഓർ പ്രോളിഫറേറ്റീവ്. കാരണം എന്ത് സംഭവിച്ചു? ഓവറി യൂട്രസ് റെഡിയായി, പക്ഷെ അത് ബ്ലീഡ് ചെയ്ത് പോയി, മെൻസ്ട്രുവേഷൻ നടന്നു. ഇനി അഗെയിൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 5th day ആഫ്റ്റർ മെൻസ്ട്രുവേഷൻ ആൻഡ് കംപ്ലീറ്റഡ് വിത്തിൻ 8 to 12 days. അതായത് ഏകദേശം 5ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യും. മെൻസ്ട്രുവേഷൻ്റെ 5 days സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 മുതൽ 12 ദിവസം വരെ ഡ്യൂറേഷൻ. അതായത് നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു 13 ദിവസം വരെ. 5ാമത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 10-12 ദിവസമാകുമ്പോൾ ഏകദേശം ഒരു 10-15 ദിവസം വരെ ഡേ വരെ ആവും. അത് അത്രയും ഡ്യൂറേഷനാണ് പറഞ്ഞത്. ഓക്കെ, ഒരു 12 ദിവസം വരെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? പ്രോളിഫറേഷൻ ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലർ ഫേസ് നടക്കും. ഈ ഫേസിൽ എന്ത് സംഭവിക്കും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് FSH, LH തുടങ്ങിയ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTHൻ്റെ പ്രൊഡക്ഷൻ കൂടും. എങ്ങനെയാ? FSH എന്ത് ചെയ്യും? FSH പ്രൈമറി ഫോളിക്കിനെ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ്ട്രോജൻ റിലീസ് ചെയ്യും. ചേഞ്ചസ് ആണ് പറഞ്ഞത്. FSH സ്റ്റിമുലേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഇൻ ടു ഗ്രാഫിയൻ ഫോളിക്കിൾസ്. മറ്റൊന്ന് ഇറ്റ് സെക്രീഷൻ ഓഫ് ഈസ്ട്രോജൻ ബൈ ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ
FSH ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറൂ. അതേപോലെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ്ട്രജൻ റിലീസ് ചെയ്യുള്ളൂ. ഈസ്ട്രജൻ എന്ത് ചെയ്യും? ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ് പ്രോളിഫറേഷൻ ഓഫ് റപ്ചേർഡ് യൂട്രൈൻ എൻഡോമെട്രിയം ആൻഡ് മ്യൂക്കസ് ലൈനിങ് ഓഫ് ഒവിഡക്റ്റ് ആൻഡ് വജൈന. നേരത്തെ നമ്മൾ പറഞ്ഞു മെൻസ്ട്രൽ ഫേസിൽ റിമൂവ് ചെയ്തിട്ട് ബ്ലഡായിട്ട് പോയ ആ ഭാഗം ഒന്നുകൂടി എന്ത് ചെയ്യുന്നു? റിന്യൂ ചെയ്യുന്നു. ആ ഭാഗം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം, കാരണം നെക്സ്റ്റ് ഓവം വരുമ്പോഴേക്ക്. അതാണ് ഈസ്ട്രോജൻ്റെ ഫംഗ്ഷൻ. ഒന്ന്, ഇറ്റ് സ്റ്റിമുലേറ്റ് പ്രോളിഫറേഷൻ ഓഫ് റപ്ചേർഡ് യൂട്രൈൻ എൻഡോമെട്രിയം ആൻഡ് മ്യൂക്കസ് ലൈനിങ് ഓഫ് ഒവിഡക്റ്റ് ആൻഡ് വജൈന. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ഫീമെയിൽ ബോഡിക്കകത്തുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പോൾ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് മറ്റ് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈസ്ട്രോജൻ എന്ത് ചെയ്യും? ഇറ്റ് സപ്രസ് FSH. FSHൻ്റെ പ്രൊഡക്ഷൻ അപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഈസ്ട്രോജൻ തന്നെ, അതായത് ഓപ്പോസിറ്റ് ആക്ഷൻ വരും. അതേപോലെ LH പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രോജൻ LH ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. LHും FSHും ഒരു പീക്ക് ലെവലെത്തും, അതായത് മിഡിൽ ഓഫ് ദി സൈക്കിൾ, അതായത് 14th ഡേ ആകുമ്പോഴേക്കും FSHൻ്റെയും LHൻ്റെയും നമ്പർ അല്ലെങ്കിൽ എമൗണ്ട് മാക്സിമം ആയിരിക്കും, പീക്ക് ലെവലിലേക്ക് എത്തും. ആ റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ഇൻഡ്യൂസസ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അതായത് LH ലൂട്ടനൈസിങ് ഹോർമോൺ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്യുകയും ഓവം റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഓവുലേഷൻ എന്ന് കൊടുത്തത്. വാട്ട് ഈസ് ഓവുലേഷൻ? ആ ഡയഗ്രം നോക്കുക. ഓവുലേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ വരുന്ന വഴി നോക്കുക. കോർപ്പസ് ലൂട്ടിയം ബാക്കി ഇപ്പോൾ നോക്കുക. പ്രൈമറി യൂസ് സൈറ്റ്, പിന്നെ ഗ്രോയിങ് ഫോളിക്കിൾ, മെച്യൂർ ഫോളിക്കിളിൽ നിന്ന് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവൻ റിലീസ് ചെയ്യും. റിലീസ് ഓഫ് ഓവം ഫ്രം ഓവർ ഈസ് കോൾഡ് ഓവുലേഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഓൺ ദി 14th ഡേ. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേ നടക്കുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞത്. ഇനിയോ മൂന്നാമത്തെ ഫേസ്. ഓക്കെ, ഒരു മിനിറ്റ് കാര്യം പറയാൻ പറ്റത് LH സർജ് എന്നാണ്. അതായത് റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH ആണ് LH സർജ് എന്ന് അറിയപ്പെടുന്നത്. വൺ വേർഡ് ചോദിക്കാറുണ്ട്. ദ റാപ്പിഡ് സെക്രീഷൻ ഓഫ് ലൂട്ടനൈസിങ് ഹോർമോൺ ഈസ് കോൾഡ് LH സർജ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് വിച്ച് ഫേസ്? ഓവുലേറ്ററി ഫേസ്. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് നടക്കുന്നത്. ഓവുലേറ്ററി ഫേസിൽ നടക്കുന്ന കാര്യം എന്താണ്? അതേ കാര്യം നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്. FSHും അതേപോലെ LHും മാക്സിമം എത്തും, പീക്കിലേക്ക് എത്തും, ഓവുലേഷൻ നടക്കും എന്നാണ് പറഞ്ഞത്. ആ ഡയഗ്രാം നോക്കുക. റൈറ്റിംഗ് പാർട്ട് സെയിം ആണ്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പാർട്ട് അതാണ് ഫലോപ്പിയൻ ട്യൂബിൻ്റെ എൻഡിലുള്ള ഇൻഫണ്ടിബുലം. ഇൻഫണ്ടിബുലിൻ്റെ ഫിംഗർ ലേക്ക് പ്രൊജക്ഷനെ വിളിച്ച പേര് ഫിംബ്രിയെ എഗ് അല്ലെങ്കിൽ ഗോവത്തെ കളക്ട് ചെയ്യും. ഇനിയോ അതാണ് ഓവുലേറ്ററി ഫേസ്. നാലാമത്തെ ഫേസ് നോക്കുക. അതപ്പോഴാണ് ഡേറ്റ് എന്ന് പറഞ്ഞത് 14 to 28 days ആണ്. അവിടെ നിന്ന് സംഭവിക്കും? ആഫ്റ്റർ ഓവുലേഷൻ ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു യെല്ലോ എൻഡോക്രൈൻ മാസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഡയഗ്രം നോക്കുക. നേരത്തെ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്തു, ഓവം സെക്കൻഡറി യൂസൈറ്റായിട്ട് പുറത്തേക്ക് റിലീസ് ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുക. ഒരു യെല്ലോ മാസ് ഫോം ചെയ്യും. ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു യെല്ലോ എൻഡോക്രൈൻ മാസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് പ്രൊജസ്റ്ററോൺ. ഫീമെയിൽ ഹോർമോൺ ആയിട്ടുള്ള പ്രൊജസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെയോ എന്താണ് പ്രൊജസ്റ്ററോണിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് മേക്ക് ദ എൻഡോമെട്രിയം മാക്സിമം വാസ്കുലാർ തിക്ക് ആൻഡ് സോഫ്റ്റ്. എൻഡോമെട്രിയം എന്ന് പറയുന്ന ഇന്നർ ലൈനിങ്. ഇപ്പോൾ സ്ട്രക്ചർ നോക്കുക. ഓവർ യൂട്രസിൻ്റെ മിഡിൽ പാർട്ട്, അവിടെ മാക്സിമം വാസ്കുലാർ ബ്ലഡ് വെസൽസ് മാക്സിമം ഉണ്ടാവും, തിക്കായിരിക്കും, അതേപോലെ സോഫ്റ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റെഡി ഫോർ ഇംപ്ലാന്റേഷൻ. അതായത് യൂട്രസ് കംപ്ലീറ്റ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ഫെർട്ടിലൈസ് ആയിട്ടുള്ള ഓവം റിസീവ് ചെയ്യാൻ, അതായത് പ്രഗ്നൻസി കണ്ടീഷനാണ്, റിസീവ് ചെയ്യാൻ വേണ്ടി റെഡിയായി. പ്രൊജസ്റ്ററോൺ ഓൾസോ ഇൻഹിബിറ്റ്സ് FSH സെക്രീഷൻ ടു പ്രിവെൻറ്റ്. FSH ഉണ്ടെങ്കിൽ വീണ്ടും ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? പ്രൊജസ്റ്ററോൺ FSHൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ സെക്രീഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അങ്ങനെയാകുമ്പോൾ മറ്റൊരു ഒവേറിയൻ ഫോളിക്കിൾ ഇല്ലാതെ നോക്കും. കാരണം ഒരു സമയത്ത് ഒന്ന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, മറ്റൊന്നിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇനിയോ ഫോർത്ത് സ്റ്റെപ്പായിട്ടുള്ള സെക്രട്ടറി ലൂട്ടിയൽ ഫേസിൽ നടക്കുന്ന ചേഞ്ചസ്. ഫെർട്ടിലൈസ് ആയെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്രസ് റെഡി ആയിട്ടുള്ളത്. പക്ഷേ ഫെർട്ടിലൈസ് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ, ദ കോർപ്പസ് ലൂട്ടിയം
ഡീജനറേറ്റ്സ്. ഡയഗ്രം നോക്കുക, കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും, എന്നിട്ടോ ഇറ്റ് കോസസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എൻഡോമെട്രിയം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ എല്ലാത്തിലും റെഡിയായ യൂട്രൈൻ എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്യും. ഇറ്റ് ലീഡ്സ് ടു, വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞ അതേ പ്രോസസ്സ്, ബ്ലീഡിങ് ഒക്കേഴ്സ്. ഇറ്റ് ലീഡ്സ് ടു നെക്സ്റ്റ് മെൻസ്ട്രുവേഷൻ ആൻഡ് ന്യൂ സൈക്കിൾ. ഇതാണ് അതേ ഡയഗ്രം നോക്കുക, മെൻസ്ട്രുവേഷൻ ഉണ്ടാവും. ഇനിയോ ഡ്യൂറിങ് പ്രഗ്നൻസി ഓൾ ഈവൻസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പ് ആൻഡ് ദർ ഈസ് നോ മെൻസ്ട്രുവേഷൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ നടന്ന് ഇംപ്ലാന്റേഷൻ ആയിക്കഴിഞ്ഞാൽ ഡെലിവറി വരെ എന്തുണ്ടാവില്ല, ഈ മന്ത്ലി സൈക്കിളിൻ്റെ ആവശ്യമില്ല. ഈ മന്ത്ലി സൈക്കിളായിട്ടുള്ള മെൻസ്ട്രുവൽ സൈക്കിൾ ഫീമെയിൽ ബോഡിക്ക് നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഫെർട്ടിലൈസേഷൻ ആയെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂറിങ് പ്രഗ്നൻസി എല്ലാ ഇവൻസും സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് എന്തുണ്ടാവില്ല, മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവില്ല. പിന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ. മെൻസ്ട്രുവൽ സൈക്കിളിലെ ഓവറോൾ ചേഞ്ചസ് നോക്കുക, ആ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചേഞ്ചസ് ഇൻ പിറ്റ്യൂട്ടറി ഹോർമോൺ FSH ഉം LH-ൻ്റെയും ലെവൽ നോക്കുക. ആ 14th ഡേ ആകുമ്പോഴേക്കാണ് മാക്സിമം എത്തുന്നത്. ഡേ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ഓവറിക്ക് എത്തുന്ന ചേഞ്ചസ് നോക്കിയേ, ഡെവലപ്പിംഗ് ഫോളിക്കിൾ, മെച്ചുവർ ഫോളിക്കിൾ ഒരു ഓവുലേറ്റ് ചെയ്യും, പിന്നെ കോർപ്പസ് ലൂട്ടൻ ഡീജനറേറ്റ് ചെയ്യുന്ന ഡയഗ്രാം. തേർഡോ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും. ഈസ്ട്രോൻ്റെ എമൗണ്ട് കൂടുന്നത് 14th ഡേ തന്നെയാണ്. പ്രൊജസ്ട്രോണിൻ്റെ എമൗണ്ട് കൂടുന്നതോ ലാസ്റ്റ് ആകുമ്പോഴേക്കാണ്, ലൂട്ടൽ ഫേസ് ആകുമ്പോഴേക്കാണ് കൂടുന്നത്. പിന്നെ ലാസ്റ്റ് കൊടുത്ത യൂട്രൈൻ ഈവൻ്റ്, യൂട്രൈസിൻ്റെ അകത്ത് നോക്കുക, എന്ത് ചെയ്യും, ബ്ലീഡിങ് ആദ്യം മെൻസസ് ആയി കഴിഞ്ഞ് പിന്നീട് പതുക്കെ പോകും. പിന്നെ വീണ്ടും ഡെവലപ്പ് ചെയ്യുന്ന സൈസ് നോക്കുക. യൂട്രസിനകത്ത് നടക്കുന്ന ചേഞ്ചസ് വീണ്ടും ബ്ലഡ് വെസലൊക്കെ ഡെവലപ്പ് ചെയ്യും, എഗെയിൻ അത് ബ്ലീഡിങ് ആയിട്ട് പോകും. അതാണ് പ്രോസസ്സ് പറയുന്നത്. ആ ഡയഗ്രാം വെച്ചിട്ട് ഹോർമോണിൻ്റെ LH FSന് പകരം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ട് ഏത് ഹോർമോൺ അല്ലെങ്കിൽ ഏത് ഡേ എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് മെൻസ്ട്രുവൽ സൈക്കിളിനെ പറ്റി പറയാനുള്ള ലാസ്റ്റ് ടോപ്പിക് ഇതാണ്. എന്താണ് മെനാർക്ക് ആൻഡ് മെനാപ്പോസ്. എന്താണ് മെനാർക്ക്? ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ അറ്റ് പ്യൂബർട്ടി. അതായത് ഒരു ഫീമെയിൽ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ഫസ്റ്റ് മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രുവേഷനെയാണ് എന്ത് വിളിക്കുന്നത്, മെനാർക്ക്. അതായത് ഒരു 12 മുതൽ അല്ലെങ്കിൽ ഏകദേശം ഒരു 12 വയസ്സ്, വേരി ചെയ്യാം. നോർമലി ഒരു 11-12 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 വയസ്സ് വരെ, അത് ഹാർഡ്ലി ചിലപ്പോൾ ഒരു 16 ഇയേഴ്സ് വരെ പോകും. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ഫീമെയിൽ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഇറ്റ് ഈസ് കോൾഡ് മെനാർക്ക്. അതേപോലെ മെനാപ്പോസ് ആണെങ്കിലോ സ്റ്റോപ്പിംഗ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ, അതായത് ലാസ്റ്റ് മെൻസസ് ആണെന്ന് പറയാം. ഒരു 12 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെ ആക്റ്റീവ് പീരീഡാണ്. ഒരു ഫീമെയിൽ ബോഡിക്കകത്ത് പ്യൂബർട്ടി മുതൽ ഫസ്റ്റ് മെൻസസ് മുതൽ 50 വയസ്സ് വരെ എന്ത് ചെയ്യും, ഓവം പ്രൊഡ്യൂസ് ചെയ്യും, മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് ഉണ്ടാവും, മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കും. അത് കഴിഞ്ഞാലോ സ്റ്റോപ്പ് ചെയ്യും. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് മെനാപ്പോസ് 50 ഇയേഴ്സ് ടു ഡെത്ത്, പിന്നീട് മരിക്കുന്നത് വരെ. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ മരണം വരെയുള്ള സമയത്ത് എന്തുണ്ടാവില്ല, മെൻസസ് ഉണ്ടാവില്ല. ആ ഒരു സ്റ്റോപ്പേജ് മെനാപ്പ്. അപ്പോൾ ഫസ്റ്റ് മെൻസസ് ഈസ് കോൾഡ് മെനാർക്ക് ആൻഡ് ലാസ്റ്റ് മെൻസസ് ഈസ് കോൾഡ് മെനാപ്പോസ്. ഇത്രയുമാണ് നമ്മൾ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ആ പഠിച്ച കാര്യം എന്തൊക്കെയാണ്? എന്താണ് മെൻസ്ട്രുവൽ സൈക്കിൾ? പ്രൈമേറ്റിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് ചേഞ്ചസ് ആണ്. അതിൽ എന്ത് കണ്ടീഷനിലാണ് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ഓവറിക്കകത്തും യൂട്രസിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 4 ഫേസ് ഉണ്ട്. ഫസ്റ്റ് വൺ മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് പ്രോളിഫറേറ്റീവ് അല്ലെങ്കിൽ ഫോളിക്കുലർ ഫേസ്. 3 ഓവുലേറ്ററി ഫേസ്. 4 ലൂട്ടിയൽ അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ്. പിന്നെ പറഞ്ഞത് അതിൻ്റെ ഓരോ ചേഞ്ചസ്, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, FSH, LHൻ്റെ റോളൊക്കെയുള്ള ആ ഗ്രാഫ് കൂടിയാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.